ഈ തലക്കെട്ട് കാണുമ്പോൾ ആദ്യം മനസ്സിൽ വരിക ഇവൻ ആരുടെ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും തന്ത്രം പഠിപ്പിക്കാനും ഉപദേശിക്കാനും മാത്രം ഇവനായോ എന്നൊക്കെയാവും. അങ്ങനെയല്ല ഞാൻ പറയാൻ പോകുന്നത്. ഈ സാധ്യത എന്നേക്കാൾ നന്നായി മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകൾ തന്നെയാണ് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിലുള്ളത്. എനിക്കും അതിൽ ഒരു സംശയവുമില്ല. അവർ നിതീഷ് കുമാറുമായുള്ള സഖ്യത്തിൽ മറ്റൊരു സാധ്യതയാണ് കാണുന്നത്. അതിനെക്കുറിച്ചും ഞാൻ അവസാനം പറയാം. സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് തുടങ്ങിയ 5 സംസ്ഥാനങ്ങളുടെ ഇലക്ഷൻ ഫലം വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, BJP ഭയക്കേണ്ടത് നിതീഷ് കുമാർ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി വരുന്ന ഒരു പ്രതിപക്ഷ ഐക്യത്തെയാണെന്നും അതിൽ തന്നെ കോൺഗ്രസ് പിൻസീറ്റിലേക്ക് പോവുകയും അതാത് സംസ്ഥാനത്ത് ശക്തിയുള്ള പ്രാദേശിക കക്ഷികൾ ഒറ്റയ്ക്ക് മത്സരിക്കുകയും കോൺഗ്രസ് BJPയെ നേരിട്ടെതിർക്കുന്ന കോൺഗ്രസിന് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ പ്രാദേശിക പാർട്ടികൾ കോൺഗ്രസിനെതിരെ സ്ഥാനാർത്ഥികളെ നിർത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അത് BJPക്ക് കേവല ഭൂരിപക്ഷം എന്ന കടമ്പ കടക്കാൻ ബുദ്ധിമുട്ടാകുമെന്നും 250 സീറ്റുകളിലേക്ക് BJPയെ ഒതുക്കിയാൽ BJPക്ക് ഭരണം നിലനിർത്താൻ കഴിയുമെങ്കിലും നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ കഴിയുമെന്നാണ്. അതിന് BJPക്ക് ഉള്ളിൽ പോലും താൽപ്പര്യമുള്ളവർ ഉണ്ടാകുമെന്നുമാണ് അന്ന് പറഞ്ഞത്. നിതീഷ് കുമാർ എന്നൊരു അഴിമതിരഹിത പ്രതിച്ഛായയും ഏതാണ്ട് 20 വർഷത്തോളം ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന് ആ സംസ്ഥാനത്തിനുണ്ടാക്കിയ വളർച്ചയും മുന്നോട്ട് വെക്കാൻ കഴിയുന്ന നിതീഷ് കുമാറിനെ നരേന്ദ്രമോദിക്ക് പോലും വ്യക്തിപരമായി ആക്രമിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് അന്ന് ഞാൻ അത് പറഞ്ഞത്. എന്നാൽ അയോധ്യ രാമക്ഷേത്രം പണി പൂർത്തിയാക്കി ദർശനത്തിന് തുറന്നു നൽകി രാജ്യത്താകെ ഉണ്ടാക്കിയെടുത്തൊരു വികാരം അതിനെ മറികടന്നും BJPക്ക് ഒറ്റയ്ക്ക് തന്നെ കേവല ഭൂരിപക്ഷം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സംജാതമാവുകയും ചെയ്തു. അത് എല്ലാവരും ചർച്ച ചെയ്ത കാര്യമാണ്. BJP ഒറ്റയ്ക്ക് മത്സരിച്ചാൽ പോലും ബീഹാറിൽ 40 സീറ്റിൽ ഏതാണ്ട് 25 സീറ്റുകൾ നേടാൻ കഴിയുന്ന സാഹചര്യമാണ് നിലവിലെന്ന് മനസ്സിലാക്കിയ നിതീഷ് കുമാറും ഭാരതവിരുദ്ധ സോറോസ് ചൈന സഖ്യത്തിൻ്റെയും അടുത്ത തന്ത്രത്തിൻ്റെ ഭാഗമാവണം ഈ അകത്തേക്ക് നുഴഞ്ഞു കയറിയുള്ള ആക്രമണം. 2.5 വർഷത്തിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമാകാൻ പോകുമായിരുന്ന നിതീഷ് കുമാർ ആഗ്രഹിച്ചത് പ്രതിപക്ഷ പ്രധാനമന്ത്രി സ്ഥാനം തന്നെയാണ്. പക്ഷേ മമത ഉൾപ്പെടെയുള്ള വിവിധ പ്രധാനമന്ത്രി സ്ഥാനമോഹികൾ കാരണമോ അല്ലെങ്കിൽ അവരുടെ തന്നെ തന്ത്രത്തിൻ്റെ ഭാഗമായോ അവർ നിതീഷ് കുമാറിനെ പൊതു പ്രതിപക്ഷ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിച്ചില്ല. ആ അവസരം മുതലാക്കി നിതീഷ് കുമാറിൻ്റെ രാഷ്ട്രീയ ഗുരുവിന് ഭാരതരത്ന നൽകി നിതീഷിനെ BJP തന്ത്രപരമായി കൂടെ ചേർത്തു എന്നാണ് BJP അനുകൂലികൾ ആഘോഷിക്കുന്നത്. എന്നാൽ നമുക്ക് മറ്റൊരു സാഹചര്യം കൂടി ചർച്ച ചെയ്യണം. മോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിച്ചതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് വാജ്പേയിയുടെ കാലം മുതൽ NDAക്ക് ഒപ്പം നിന്ന നിതീഷ് കുമാർ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുമായുള്ള സഖ്യം ഉപേക്ഷിച്ചത്. അന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലം കൂടി പരിശോധിച്ചാൽ രാംവിലാസ് പാസ്വാൻ്റെ ലോക്ശക്തി ജനതാദൾ എന്ന പ്രാദേശിക പാർട്ടിയുമായും മറ്റൊരു ചെറു പാർട്ടിയുമായി മാത്രം സഖ്യം ചേർന്ന് 30 സീറ്റിൽ മാത്രം മത്സരിച്ച BJP മോദിയുടെ നേതൃത്വത്തിൽ ഒറ്റയ്ക്ക് ബീഹാറിൽ നിന്ന് നേടിയത് 22 സീറ്റാണ്. രാംവിലാസ് പാസ്വാൻ പോലും മോദിക്കൊപ്പം നിന്ന് 6 സീറ്റുകൾ ജയിച്ചപ്പോൾ ചെറു പാർട്ടി വരെ 3 സീറ്റ് NDAക്ക് വേണ്ടി ജയിച്ചു. മൊത്തം NDA സീറ്റുകൾ 40-ൽ 31. സംസ്ഥാനം ഭരിച്ചിരുന്ന നിതീഷിൻ്റെ പാർട്ടി പോലും നേടിയത് വെറും 2 സീറ്റ് മാത്രമാണ്. പിന്നീട് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കൊപ്പം നിതീഷ് കുമാർ ചേർന്ന് മത്സരിച്ചപ്പോൾ BJPക്ക് മത്സരിക്കാൻ പോലും ലഭിച്ചത് വെറും 17 സീറ്റാണ്. അതിൽ 17ഉം BJP ജയിച്ചപ്പോൾ 17 സീറ്റിൽ തന്നെ മത്സരിച്ച നിതീഷ് കുമാറിൻ്റെ പാർട്ടി 16 സീറ്റും ജയിച്ചു. രാംവിലാസ് പാസ്വാൻ്റെ ലോക്ശക്തി ജനതാദൾ മത്സരിച്ച 6 സീറ്റിലും വിജയിച്ചു. 2024 മോദി സർക്കാരിൻ്റെ 10 വർഷത്തെ ഭരണ നേട്ടങ്ങളും രാജ്യത്തിൻ്റെ പുരോഗതിയും സർവോപരി രാമക്ഷേത്രവും മുൻനിർത്തി ഒറ്റയ്ക്ക് മത്സരിച്ചാൽ പോലും 30-ൽ 25 സീറ്റും BJPക്ക് ജയിക്കാൻ കഴിയുമായിരുന്ന സാഹചര്യം മനസ്സിലാക്കിയാണ് നിതീഷ് വീണ്ടും BJPയുമായി കൈകൊടുക്കുന്നത്. സ്വാഭാവികമായും മത്സരിക്കാൻ 20 സീറ്റെങ്കിലും BJP ആഗ്രഹിക്കുമ്പോൾ രാംവിലാസ് പാസ്വാൻ എന്ന ദീർഘകാല സുഹൃത്തുമായി BJPക്ക് പിണങ്ങേണ്ടി വന്നേക്കാം. BJPക്ക് ജയിക്കാൻ കഴിയുക പരമാവധി നിതീഷിനൊപ്പം നിന്നാൽ 15 മുതൽ 18 സീറ്റുകൾ മാത്രമാണ് ബീഹാറിൽ. എന്നാൽ BJPക്കൊപ്പം നിൽക്കുമ്പോൾ നിതീഷിൻ്റെ പാർട്ടിക്കും ഇതേ 15 മുതൽ 18 സീറ്റ് വരെ ജയിക്കാൻ കഴിയും. സോറോസ് തന്ത്രത്തിൻ്റെ ഭാഗമായുള്ള നുഴഞ്ഞുകയറ്റം എന്നുള്ള എൻ്റെ സംശയം ശരിയാണെങ്കിൽ BJPയെ കൂടെ നിന്ന് നിതീഷിനെ ചതിച്ചുകൊണ്ട് ബീഹാറിലെ BJP സീറ്റുകൾ 10 വരെയായി പോലും കുറയ്ക്കാൻ നിതീഷ് കുമാറിന് കഴിഞ്ഞേക്കാം. ആ ഒരു സാധ്യതയാണ് ഞാൻ പറഞ്ഞത്. 2024 തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു കഴിഞ്ഞ് BJPക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 250-ൽ താഴെ മാത്രമേ സീറ്റ് ലഭിക്കൂ എന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഇതേ നിതീഷ് കുമാർ BJPക്ക് ഒപ്പം നിന്നോ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് ലഭിച്ച സീറ്റുകളുടെ എണ്ണം നോക്കി അവരോടൊപ്പം ചേർന്നോ വീണ്ടും ഒരു വിലപേശൽ തന്ത്രം നടത്തിയേക്കും. പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് നരേന്ദ്രമോദിയെ മാറ്റി നിർത്തുക എന്ന ഭാരതവിരുദ്ധ ചൈന സോറോസ് ലോബിയുടെ പ്രഥമ ലക്ഷ്യം നേടിയെടുത്തേക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് BJP എന്നേക്കാൾ നന്നായി ചിന്തിച്ച് തന്നെയാകും ഈ സഖ്യ തീരുമാനം എടുത്തിട്ടുണ്ടാകുക. അതിൽ എനിക്ക് സംശയമില്ല. BJP കേന്ദ്ര നേതൃത്വം കരുതുന്നത് നിതീഷ് കുമാർ എന്നൊരു ശക്തനായ അഴിമതിരഹിത പ്രതിച്ഛായയുള്ള എതിരാളിയെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്താം. നിതീഷ് പോലും ഞങ്ങളുടെ കൂടെ വന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി പ്രതിപക്ഷത്ത് ഞങ്ങൾക്ക് ഒരു എതിരാളി പോലും ഇല്ല എന്ന അതീശത്വം ജനങ്ങൾക്കിടയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നോട്ട് വയ്ക്കാം.
മൂന്നാമത് ബംഗാളിൽ മമതയുടെ ശക്തിക്കെതിരെയും യു പിയിൽ സമാജ്വാദി BSP സഖ്യത്തെയും മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നീ മേഖലകളിൽ കോൺഗ്രസിനെയും ചെറുക്കാൻ 1-2% മാത്രമേ ഉള്ളെങ്കിലും നിതീഷിൻ്റെ വോട്ട് ബാങ്ക് വിജയത്തിന് സഹായിക്കും എന്നും കരുതിയിരിക്കണം. പക്ഷേ ഫലത്തിൽ ബംഗാൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കാലത്ത് മമതയുടെ പാർട്ടിയിൽപ്പെട്ട പല പ്രമുഖ നേതാക്കളും BJPക്കൊപ്പം വന്ന് നടത്തിയ ചതിക്ക് സമാനമായൊരു തന്ത്രം തന്നെയാണ് നിതീഷ് പയറ്റുന്നതെന്നാണ് ഞാൻ സംശയിക്കുന്നത്. അങ്ങനെ തോന്നിക്കാതെ ഇരിക്കാൻ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഞെട്ടുന്നതുപോലെയും ചർച്ച ചെയ്യുന്നതായും ഒക്കെ അഭിനയിച്ചേക്കാം. പക്ഷേ അഭിനയം തീരെ വശമില്ലാത്ത രാഹുൽ ഗാന്ധിയുടെ ശരീരഭാഷ നോക്കിയാൽ ഇത് അവരുടെ പ്ലാനിൻ്റെ ഭാഗമാണെന്ന് ഈസിയായി മനസ്സിലാക്കാം. വരുന്ന ഒരാഴ്ച ജോഡോ യാത്രയുടെ ഭാഗമായുള്ള രാഹുൽ ഗാന്ധിയുടെ ശരീരഭാഷയും പ്രസംഗങ്ങളും മാത്രം നോക്കിയാൽ മതി. അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഇനി BJPക്ക് 2024 തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് 300-നടുത്ത് സീറ്റ് ലഭിക്കുന്നൊരു സാഹചര്യം ഉണ്ടായാൽ മിണ്ടാതെ ഉരിയാടാതെ അടിമയെപ്പോലെ നിതീഷ് കുമാർ BJP സഖ്യത്തിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ബീഹാറിലെ മുഖ്യമന്ത്രിയായി തുടരുകയും ചെയ്യും. ഏതു തരത്തിൽ എങ്ങനെ കണക്കുകൂട്ടിയാലും ഈ സഖ്യത്തിൽ നിതീഷ് കുമാറിന് നേട്ടം മാത്രമാണ്, നഷ്ടം BJPക്ക് മാത്രമാവും. രാഷ്ട്രീയത്തിൽ ഒന്നും രണ്ടല്ലല്ലോ, കാത്തിരിക്കാം. ഭാരതം മുന്നോട്ട് പോകാൻ BJP ഒറ്റയ്ക്ക് 300 സീറ്റെങ്കിലും നേടി നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയായി ഈ രാജ്യം തുടർന്നും ഭരിക്കണം. നല്ലത് നടക്കട്ടെ എന്ന് പ്രാർത്ഥനകൾ മാത്രം.